US ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് ആര്? അത് ഡൊണാൾഡ് ട്രംപ് തന്നെ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന യൂഗോ സർവേ ഫലം ഡൊണാൾഡ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അത്ര ശുഭകരമായ വാർത്തയല്ല. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകില്ല. പക്ഷേ 40% അമേരിക്കക്കാരും ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റായാണ് ട്രംപിനെ വിലയിരുത്തിയിരിക്കുന്നത്. വെറും 12% അമേരിക്കക്കാർ മാത്രമാണ് ട്രംപിനെ മികച്ച പ്രസിഡന്റായി സർവേയിൽ വിലയിരുത്തുന്നത്. 21% പേർ ശരാശരിക്ക് മുകളിൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയത്. ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി ഇടിയുന്നത് 2026 ഇടക്കാല തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുണ്ട്. നിലവിൽ അമേരിക്കൻ കോൺഗ്രസിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടാൽ അത് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാവി നടപടികളെ സാരമായി ബാധിക്കും. ജനവികാരം തങ്ങൾക്കെതിരാകുന്നത് പാർട്ടിക്കുള്ളിലും അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമെന്നാണ് തുടർച്ചയായുള്ള സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി തോറ്റാൽ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടുമെന്ന് പാർട്ടി അനുയായികൾക്ക് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപിന്റെ ജനപ്രീതി ഇത്രത്തോളം ഇടിഞ്ഞത്? പ്രധാനമായും ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കർക്കശമായ നടപടികൾ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. പ്രതിഷേധം ഭയന്ന് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ട്രംപ് ഭരണകൂടം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. മിനിസോട്ട പോലുള്ള ഇടങ്ങളിൽ നാഷണൽ ഗാർഡിനെ പിൻവലിക്കുമെന്നും അവർ വ്യക്തമാക്കി. പക്ഷേ ഇത്തരം അനുനയ നീക്കങ്ങൾ കൊണ്ടൊന്നും നഷ്ടപ്പെട്ട ജനപ്രീതി തിരിച്ചു പിടിക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല എന്നാണ് സർവേ തെളിയിക്കുന്നത്. അമേരിക്കൻ ജനത മാറ്റം ആഗ്രഹിക്കുന്നുവോ, അതോ ട്രംപിന് ഇനിയും തിരിച്ചു വരാൻ കഴിയുമോ? വരാനിരിക്കുന്ന മാസങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും.